ഗൈസ്, വെൽക്കം ബാക്ക് ടു MK ഗെയിം ഓവർ MC. അപ്പോൾ നമ്മളിപ്പോൾ കുറേ കാലമായി നമ്മൾ ഇതാക്കാത്ത വീഡിയോസും കാര്യങ്ങളും ഇടാത്തത്. ഞാൻ ഈ സർവൈവലിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തായിരുന്നു. അത് ഞാൻ ഇടാൻ വിട്ടു. ഈ കോൾ ഓഫ് ഡ്യൂട്ടീൻ്റെ എടുത്തായിരുന്നു, അതും ഇട്ടിട്ടില്ല. പിന്നെ ഈ സർവൈവലിൻ്റെ കുറച്ച് വീഡിയോസ് എൻ്റെ ഒന്ന് ഡിലേറ്റും ആയിപ്പോയി. അതുകൊണ്ട് ഇന്ന് പോലുള്ള വീഡിയോസ് ആയിരിക്കും ഞാൻ കൂടുതൽ ഇടുക. അല്ലാണ്ട് ഇനി ആദ്യം പോലെ ഇതേതാ സ്ഥലം അതേതാ സ്ഥലം എന്നൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് കഴിയില്ല. ഇതിൽ പിന്നെ കുറച്ച് മോഡ് ഞാൻ കയറ്റിയിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. എന്നുവെച്ചാൽ നമ്മുടെ ആഡ് ഓൺസ് ഇല്ല, അതിൽ അഡ്വാൻസ് മെഷീൻസും റെഡ് സ്റ്റോൺ ആഡ് ഓണും ഈസി റെഡ് സ്റ്റോണും. ഇത് മാർക്കറ്റ് പ്ലേസിൽ പോയിട്ട് സെർച്ച് ചെയ്താൽ മതി, അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ 3 ആഡ് ഓൺസ് ഞാൻ എൻ്റെ വേൾഡിൽ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ സ്റ്റോറേജ് 2.0, ഈ 4 ആഡ്സും. പിന്നെ യൂട്ടിലിറ്റി ബോർഡ്സും അതുമുണ്ട്. എല്ലാം വിട്ടുപോയി. അപ്പം നമുക്കിനി ഡ്രിപ്പ് സ്റ്റോൺ കണ്ടുപിടിക്കണം. ഡ്രിപ്പ് സ്റ്റോൺ ഏത് പാതാളത്തുള്ളതെന്ന് പോയി നോക്കണേന്. ഡ്രിപ്പ് സ്റ്റോൺ അത്യാവശ്യം എനിക്ക്. നമുക്ക് കുറച്ച് ഡ്രിപ്പ് സ്റ്റോൺ വെച്ചിട്ടാണ് ഒരു ഈസി റെഡ് സ്റ്റോണിൻ്റെ ഒരു ഇത് ക്രിയേറ്റ് ചെയ്യാൻ, നമുക്ക് ലാവേൻ്റെ ക്രിയേറ്റ് ചെയ്യാൻ. അപ്പോൾ ആവശ്യമുള്ള സമയത്ത് അവിടെ നിന്ന് എടുത്താൽ പോരെ. മറ്റേ ഇത് പിന്നെ ഇത് ഫുൾ അഡ്വാൻസ് മെഷീൻസിലുള്ള ഇതാണ്. എന്താ വർക്കാവാത്ത വണ്ടർ വാട്ട്സ് കിട്ടുന്നുണ്ട്. ഓയിലെന്താ ഫൗണ്ട് ആവുന്നില്ലേ? ഒന്നും കൂടെ എടുത്തിട്ട് വെക്കാം, ചിലപ്പോൾ എന്തെങ്കിലും ബഗ്. അല്ല, വർക്കാവുന്നുണ്ട്. ഇതുണ്ടല്ലോ, ഇത് വർക്കായിട്ടുണ്ടാവില്ല. എൻ്റെ ചങ്ക് ലോഡായി കിടന്നിട്ടുണ്ടാവില്ല, അതായിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്കൊന്ന് പോയിട്ട് കുറച്ച് ഡ്രിപ്പ് സ്റ്റോൺസ്, ഒരു കേവ് ഉണ്ടായിരുന്നു. ആ കേവ് എവിടെയെന്നാണ് നാം നോക്കുന്നത്. നാം മൈൻ ചെയ്തൊരു വലിയ കേവ് ഉണ്ടായിരുന്നു. അത് ഈ ഭാഗത്താണോ ആ ഭാഗത്താണോ അത് ഓർമ്മയില്ല. അപ്പം നമുക്ക് അവിടെ പോയിട്ട് ഇതാകണം. അവിടെ നിന്ന് നമുക്ക് ആവശ്യമുള്ള റിസോഴ്സ് എടുത്തിട്ട് വേണം നമുക്ക് അടുത്തൊരു പീസ് ചെയ്ത് ഇതാക്കാൻ. ഫുഡും മര്യാദ കഴിക്കാൻ പറ്റുന്നില്ല. ഈ ആഡ് ഓൺസിൻ്റെ ഒക്കെ അപ്ഡേഷൻ ഏത് കാലത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ കുറേ ബഗ്ഗുണ്ട്. ഇപ്പോൾ ഇത് തന്നെ കേട്ടോ, ഫുഡ് ഞാനിപ്പോൾ കഴിക്കുവാണെങ്കിൽ പെട്ടെന്ന് കഴിക്കാൻ പറ്റില്ല. 2 പ്രാവശ്യം കഴിക്കണം ഒരു ഫുഡ് കഴിക്കണമെങ്കിൽ. എന്താ സംഭവം എന്നൊന്നും കാരണം, പക്ഷെ എങ്ങനെയാണ് ഇപ്പോൾ അവസ്ഥ. ഇവിടെ അടുത്ത് എവിടെയോ ആണ് ആ കേവിൻ്റെ ലൊക്കേഷൻ ഉണ്ടായിരുന്നു. ആ ലൊക്കേഷൻ നാം വിട്ടുപോയി. എൻ്റെ അതിൻ്റെ ഫോട്ടോ മിസ്സായിപ്പോയി. അല്ലെങ്കിൽ നമുക്കിപ്പോൾ അല്ലാണ്ട് നോക്കിപ്പോയാൽ മതിയായിരുന്നു. പറഞ്ഞ കാര്യമില്ല. അതാ കിടക്കുന്ന കേവ്. ഞാൻ ആലോചിച്ചു, ലാവ അങ്ങ് അയച്ചു കൊടുത്താലോ. സ്കെൽട്ടൻസിനൊന്നും ബുദ്ധിയില്ലേ? വന്ന്
അറിയാം. ഇതാ ലാഗാവുന്നു. ഇത് കണ്ട, നമ്മൾ താഴെ വീണ അപ്പൊ തന്നെ അറിയത്തില്ല. ഒരു 2 സെക്കൻഡ് എടുക്കും. കണ്ടോണേ, കണ്ട 2 സെക്കൻഡ് എടുക്കുന്നുണ്ട്. എന്തായാലും ഇതാണെന്നൊന്നും എനക്കറിഞ്ഞൂടാ. ഇവിടെ ഡ്രിപ്പ് സ്റ്റോൺ ഇല്ലേ? അതെങ്ങനെ ശരിയാവണ്ടേന്നോ ശരിയാക്കണ്ടേന്നോ ഒന്നും എനക്കറിഞ്ഞു. ഇതിൻ്റെ അകത്ത് എന്താ ഉള്ളത്? ഗോൾഡ് ഉണ്ട്, പിന്നെ അയണുണ്ട്, കോളുണ്ട്. അത് തന്നെ ഏതോ ഒരു ഭാഗത്ത് ഞാനത് ഈ ലാഗ് അടിക്കുന്നതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ മര്യാദയ്ക്ക് വീഡിയോസ് ഇല്ലാത്ത. കാരണം ഫൈറ്റ് ചെയ്യുന്നത് മര്യാദയ്ക്ക് ഫൈറ്റ് ആവുന്നില്ല. ഒരു തരം ഇപ്പം തന്നെ കണ്ടത് നിങ്ങൾ, അടിച്ചിട്ടൊരു സെക്കൻഡ് അതിവിടെ ഒരു ആള് വന്നതായിരുന്നു. ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ റെസ്പോൺസ് വരുന്നത്. ഇവിടെ എവിടെയോ പണി നടക്കുന്നുണ്ടല്ലോ. എന്ത് ഈ ബഗ്ഗൊന്ന് മാറിക്കിട്ടായിരുന്നെങ്കിൽ സമാധാനമായേനെ. ഇത് ഏത് മോഡ് കൊണ്ടാണ് ഇത് വരുന്നതെന്ന് മനസ്സിലാവില്ല. കാരണം മൾട്ടിപ്പിൾ ആണല്ലോ നാം മോഡ് കയറ്റിയേക്കുന്നത്. അതുകൊണ്ട് തിരിയുന്നില്ല ഏതിലാണ് പ്രശ്നമെന്ന്. അതാണിപ്പോൾ എൻ്റെ അവസ്ഥ. മണങ്കട്ട
ഇതാണ് ഫുള്ളി ബഗ്ഗാണ്. എവിടെ ഏത് ബഗ് എന്ത് ബഗ് കാരണമാണെന്നൊന്നും തിരിയുന്നില്ല. അത് എന്തുകൊണ്ടെന്ന് എനിക്ക് തിരിയുന്നില്ല, ഏത് മോഡ് കൊണ്ടാണ്. ഇത് കണ്ടാണ് സാധനം പോകുന്ന, വേസ്റ്റായി പോകുന്ന സാധനം. പിന്നെ സാധനങ്ങൾ ഇതാ പതുക്കെ വരും. ഇതുണ്ടോ വരുന്നത്, എനിക്ക് അറിഞ്ഞത് എന്തുകൊണ്ടാണ്. ഏത് മൂഡ് കൊണ്ടാണ് എന്തോ എനിക്ക് തിരിയുന്നില്ല സത്യം പറഞ്ഞാൽ. 13 എവിടെ പോയി എന്തോ. എങ്ങനെ എനിക്കറിഞ്ഞൂടാ, എന്ത് ബഗ്ഗാണോ എന്തോ. വല്ലാത്ത ബഗ്ഗായത്. എല്ലാം സ്ലോയില്ല വർക്കുന്നത്. ഏത് മോഡ് കൊണ്ടാണ് ഈ പ്രശ്നം വരുന്നതെന്നൊന്നും അറിഞ്ഞായിരുന്നെങ്കിൽ ഒരു സമാധാനം കിട്ടുമായിരുന്നു. അത് കിട്ടുന്നില്ല. പാവണ്ട കാര്യം. അടി കൊടുത്ത് അടി മേടിക്കുന്ന അവസ്ഥയുണ്ട്. ഞാൻ ഏത് കോപ്പർ അത്യാവശ്യം.
ഇതാണ് നമ്മുടെ ചോട്ടാ ബൈ. ഞാനവനോട് ഗോൾഡ് ഇങ്കറ്റ് ആക്കാൻ പറഞ്ഞിട്ട് അല്ല പിന്നെ നമ്മളവിടെ അടി ഉണ്ടാക്കുന്നു. ഗൈസ്, അപ്പൊ ചോട്ടാ ബീൻ കൂടി ഉണ്ട്. നമ്മുടെ അനുജൻ കളിക്കാൻ വരുന്നുണ്ട്. അവൻ ഓൾറെഡി ഉണ്ട് കളിയിൽ. ഇതാ ആ ബാക്ക് പിടിച്ച ഇതാ അവന്റെ കുതിരയ. എന്റെ എന്തെങ്കിലും ബഗ്ഗാണോ അതോ ഓൾറെഡി ഇങ്ങനെ തന്നെ ബഗ് വരുന്നതാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ച്, ഞാനൊന്ന് ഫുള്ളായിട്ട് ഗെയിം ഒന്ന് അൺഇൻസ്റ്റാൾ ആക്കിയിട്ട് ഒന്ന് ആദ്യം മൂലം ഒന്ന് ഇൻസ്റ്റാൾ ആക്കി നോക്കാം. ചിലപ്പോ അഥവാ എന്റെ ഫോണിൽ എന്തെങ്കിലും ബഗ് ആയതാണെങ്കിലോ. കാരണം ഞാൻ എന്റെ വേൾഡ് മറ്റേതില്ല, സെഡ് ആൻസർ, അത് വെച്ചിട്ട് ഞാൻ കോപ്പി ചെയ്യുന്നുണ്ട്. ഇനി അത് വക എന്തെങ്കിലും പ്രശ്നം വന്നതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതങ്ങ് ഇതാക്കാമല്ലോ, ആ പ്രശ്നം സോൾവ്ഡ് ആവുമല്ലോ. അതുകൊണ്ട് നമുക്ക് നോക്കി നോക്കാം. ഹലോ, കേക്കുന്നുണ്ടോ? നിനക്ക് കേക്കാം. ആ, നിനക്ക് ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല? എനിക്ക് ക്ലിയറാ. ഉം. ഞാൻ കേറുന്നു. ഉം. ഹലോ ഹലോ. ഹലോ, എന്താ? അല്ല, ഞാൻ ചോദിച്ചത് വെറുതെ ചോദിച്ചത്. ഞാനിവിടെ വീഡിയോ എടുക്കുവായിരുന്നു. നിന്റെ കുതിരേനെ എടുത്തോണ്ട് പോടേ നീ. ആദ്യം ഞാൻ കളി ഇതല്ലേ കുത്തിര. ഉം. നീ ഒക്കെ ഒരു സ്റ്റാക്ക് ഡയമണ്ട് ഇതാ. ആടാ തരുന്ന അത് വാടാ നീ ഇങ്ങോട്ട്. ഉം. നീ എന്നാ പറഞ്ഞ പോലെ എനക്ക് പെട്ടെന്ന് പോണം. വാ ഇങ്ങോട്ട്. -33 21 8728. ഞാൻ പോയി കേട്ടാ.
അപ്പം ഗായ്സ് നമുക്ക് ഒരു 20 ഇതുണ്ടല്ലോ ഡ്രീം സ്റ്റോണ്, അത് നമുക്ക് സംഘടിപ്പിച്ചിട്ട് നമുക്ക് കാണാം. നെഞ്ചത്തെറിഞ്ഞ നമുക്ക് കോപ്പറും എടുക്കാം. അല്ല ചോട്ടെ, നാമയിക്കോ അവന് വട്ടായിപ്പോയി, വട്ടായിപ്പോയി. ഛെ, എന്തോ ബഗ്ഗായിക്ക് അവന് ഡിസ്കോഡ് മര്യാദക്ക് വർക്ക് ആകത്തില്ല. ഒരുമാതിരി ബഗ്ഗ. ഹലോ, ഹലോ. നീ എവിടെ പോയതാ? ഞാൻ കേവില് മൈൻ ചെയ്യാൻ പോയത്. നീ എവിടെയാ ഉള്ളേ മോനെ? ഞാൻ ബാക്ക് അടിച്ചടാ. ഇതെന്ത് സൗണ്ട് ഒക്കെ വരുന്നത്? വാവേ, എന്തേ? നീ എന്തെങ്കിലും സൗണ്ട് ആക്കുന്നുണ്ടോ? ഇല്ല. നീ ആക്കുന്നുണ്ട്, അതെനിക്കറിയാം. ഞാൻ ക്ലിയർ ആയിട്ട് കളിക്കാൻ കേറാം. ഞാൻ സ്റ്റോറേജ് ഒന്ന് ക്ലിയർ ആക്കിയിട്ട് കളിക്കാൻ കേറാം. ഓക്കേ. എനിക്ക് തരാണ്ട്. ഹലോ. നീ
നീ മിഷ്യൻസ് ഒന്നും ഉണ്ടാക്കി എവിടെയാടാ? ഞാൻ നീ മിഷ്യൻസ് ഒക്കെ ഉണ്ടാക്കിയത് എവിടെയാ? മുകളിലാണ്. എന്ത്? അവിടെ അയൺ ഫാമിന്റെ അടുത്ത്. പിന്നെ ഗോൾഡ് കിട്ടുന്നില്ല, കത്തി മാത്രം കിട്ടും. എടാ ഗോൾഡ് നഗറ്റ്സ് ആയിട്ടാടാ കിട്ടുക. അത് തന്നെ, അത് കിട്ടുന്നില്ല. അതിനെ കത്തിയല്ല ആദ്യം ഒഴിവാക്കണം, നീ ആ കിട്ടുന്നിടത്ത്. എന്താണ് മൈൻക്രാഫ്റ്റ് ഞാൻ കേറുമ്പോ ഈ ഫോണിന്റെ അടുത്ത് ബാക്ക് അടിയിപ്പിക്കുന്ന മൈൻക്രാഫ്റ്റ്? ആ നിനക്കറിയില്ല. ഈ ഫോണിന് മൈൻക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ ഞാനൊരു 1 ബ്ലോക്കിൽ കേറിപ്പോയിക്ക് ഞാൻ ബാക്ക് അടിച്ചിട്ട് വരുന്നു. അപ്പം ഗായ്സ് നമ്മുടെ റിസോഴ്സ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഈ സാധനം ഒന്ന് ഇതിലേക്ക് അങ്ങ് എടുത്തിട്ട് കൊടുത്താൽ മതി. അല്ലടാ, പറ. ഞാൻ ഇപ്പൊ സംസാരിക്കുന്ന വീഡിയോയിൽ കേക്കൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് കളിക്കാം. നിന്റെ പൊട്ടം കളിയല്ലേ? പൊട്ടം കളിയാ? ഇല്ലേ, എന്റെ സ്റ്റാക്ക് ടവറിന്റെ തുടക്കം ഇങ്ങനെ ഡിസൈൻ ഇല്ലേ? കണ്ടിക്ക് ഭയങ്കര. ഹലോ ഹലോ ഹലോ. ഹലോ, നിനക്ക് റേഞ്ചിന് പ്രശ്നം ഉണ്ടാവാനേ? പ്രശ്നല്ലടാ, പിന്നെന്താ? നിന്റെ നിനക്ക് ഡയമണ്ട് വേണമെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു? ഓക്ലോഗ്, നമുക്കപ്പോ ഓക്ലോഗും കൂടി ആവശ്യമുണ്ട്. അപ്പൊ ഓക്ലോഗ് കൂടെ എടുത്തിട്ട് നമുക്ക് ഇതങ്ങ് ഫിനിഷ് ചെയ്യാലോ. ഓക്ക് പ്ലാങ്ക്സ്, ഓക്ലോഗ് 88. വാട്ടർ ബക്കറ്റും സ്റ്റോണും അല്ലേ? ഞാനൊരു സ്റ്റോണിന്റെ ഇതാക്കിയിട്ടുണ്ട്. ഇത് പിന്നെ എന്റെ ഓട്ടോമാറ്റിക് ഫാമാണ്. ഈ ഫാം നല്ല രീതിക്ക് തന്നെ വർക്ക് ആവുന്നുണ്ട്, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ലാഗായിട്ട് ബഗ്ഗടിച്ച് 30,080 സംതിങ്, 14,388 ധാരാളം. ഇതൊന്ന് നമുക്ക് കുറച്ച് എടുക്കണം. എടുത്തിട്ട് നമുക്ക് ബോൺമീൽ ഒന്ന് സ്റ്റാക്ക് ചെയ്ത് വെക്കണം. അത് നമുക്ക് അങ്ങനെയാണെങ്കിൽ അടുത്ത എപ്പിസോഡിൽ നമുക്ക് സ്റ്റാക്ക് ആക്കുന്ന ഒരു വീഡിയോ എടുക്കാം. അത് തന്നെ നല്ല. ബാക്കി ഈ സാധനമൊക്കെ ഒന്ന് കൊണ്ടുപോയി ഇതാക്കി. ബിൽഡ് ഇൻസേർട്ട് സ്റ്റോണുമായി ഒരു ബക്കറ്റിൽ അത് വേണം. ഇതാണ് നമ്മുടെ സെൻട്രൽ ഡോറ് വരുന്നത്.
എന്തുവാടാ വാവേ പോയും വന്നും കളിക്കുന്നേ? എനിക്കറിയൂല ഇതെന്താ ഏ എനിക്കറിഞ്ഞൂടെ ഇതെന്താ സംഭവം. മൈൻക്രാഫ്റ്റിൽ കയറും ലെവൽ തുടങ്ങും വന്ന ഡിസ്കോഡ് ക്യാൻസൽ ആവും. നിന്നെ ഹലോ ഇഷ്ടല്ലടാ, നിന്നെ ഇഷ്ടല്ല, അതുകൊണ്ടാ. വല്ലാത്ത കഷ്ടം തന്നെ. ഡിസ്കോഡിൽ എത്ര പ്രാവശ്യം ഇപ്പൊ കേൾക്കുന്നില്ലേ? എനക്ക് കേക്കുന്നുണ്ട്. ഹലോ ഹലോ, എന്റെ ഡിസ്കോഡ് ഡിസ്കണക്ട് ആവുക എപ്പോഴെങ്കിലും? അതാ എനക്ക് അപ്പൊ തന്നെ മെസ്സേജ് വരും, നിരഞ്ജൻ കൃഷ്ണ ഹാസ് ബീൻ ഡിസ്കണക്ടഡ് എന്നും പറഞ്ഞത്. ഇതും കൂടെ ഇൻസേർട്ട് ചെയ്ത് നമ്മുടെ ഈ ഒരു ഇതും കൂടി ആഡ് ആയി. നമുക്കിനി ഇതിന്റെ ഇത് ഈ ഫുള്ള് വാളും ഇതെല്ലാം ഒന്ന് മാറ്റിയാൽ മതി, ഡീപ്നെറ്റിലേക്ക് ആക്കി. അതും കൂടെ ആയ കഴിഞ്ഞു. ഇത് നമ്മുടെ എന്തോ ഫാം എന്ന് വെച്ചാല് നമ്മുടെ പോർഷൻസ് ഉണ്ടല്ലോ, പോർഷൻസിന്റെ ഫാമായിട്ട്. നമുക്ക് പോർഷൻസിന് കുറെ ആവശ്യമുണ്ട്. ഇതിപ്പോ നമ്മുടെ സ്റ്റാർട്ടർ പോർഷൻ ഫാമായിട്ട്, പോർഷൻ ഓഫ് ഹീലിംഗ്, പോർഷൻ ഓഫ് നൈറ്റ് വിഷന്, പോർഷൻ ഓഫ് സിക്നസ്. ഇതിന്റെ അകത്ത് ഇപ്പൊ ഉണ്ടെന്ന് തോന്നുന്നു. ഇൻസ്റ്റന്റ് ഹെൽത്ത് 2, പിന്നെ നൈറ്റ് വിഷൻ 8 മിനിറ്റ്, പിന്നെ സ്പീഡ് ഒരു 1.30 സെക്കൻഡ്. മര്യാദക്ക് ആ ഗെയിമിന്ന് ഇറങ്ങിക്കോ. എന്തേ? സിനിമ എന്താ വാടാ പട്ടി, എന്താ സംഭവം? എന്താ വാ കാര്യം പറ. ഇതൊന്ന് ഭയങ്കര ഹാങ്ങാ. എന്റെ ഫോണിൽ ചാർജ് ഇല്ല. 2 ഡിസ്കോഡ് വർക്ക് ആവുന്നില്ല. അയ്യോ മര്യാദക്ക് അമ്മോ. ഇതൊക്കെ നമുക്ക് തൊട്ടു നോക്കാൻ പറ്റുമോ? പിന്നെ എപ്പോഴെങ്കിലും കളിക്കാം ഭയങ്കര. നീ ഇപ്പൊ അമംഗസിന് കയറും. ഒക്കെ ഡ്യൂഡ് ഓഫ് ചെയ്യും. കേറിയാ? ഇല്ല. അപ്പം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് നാളെ കാണാം. അല്ലടാ.